നമസ്കാരം. പണ്ടത്തേക്കാൾ ഇന്ന് ഇവികൾക്ക് ആവശ്യകതയും ഡിമാൻഡും ഏറി വരികയാണ്. രാജ്യത്തെ വാഹന വിപണിയുടെ സാരമായ ഒരു വിഹിതവും ഇന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ കൈവരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. അതിനാൽ തന്നെ പ്രമുഖ വാഹന നിർമ്മാതാക്കളെല്ലാം തന്നെ തങ്ങളുടെ മോഡൽ നിരയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ അവതരിപ്പിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ കാർ വിപണി ആയതിനാൽ ഇന്ത്യ ആഗോളതലത്തിൽ തന്നെ വാഹന നിർമ്മാതാക്കളുടെ എല്ലാം ശ്രദ്ധാ കേന്ദ്രമാണ്. മറ്റ് അന്താരാഷ്ട്ര വിപണികളിൽ നിന്ന് ഇവിടുത്തെ പല സാഹചര്യങ്ങളും വ്യത്യസ്തമായതിനാൽ ഇന്ത്യക്കായി വളരെ ശ്രദ്ധയോടെയാണ് പുത്തൻ ഇവി മോഡലുകൾ കമ്പനികൾ ഒരുക്കുന്നത്. ടാറ്റയാണ് നിലവിൽ ഇന്ത്യൻ ഇവി സെഗ്മെന്റിൽ മേൽക്കൈ വഹിക്കുന്നത്. എന്നിരുന്നാലും മഹീന്ദ്രയും MGയും എല്ലാം ഇതിന് തൊട്ടു പിന്നാലെ തന്നെയുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതിയും ദക്ഷിണ കൊറിയൻ വാഹന ഭീമനായ ഹ്യുണ്ടായിയും എല്ലാം തന്നെ തങ്ങളുടെ സ്ഥാനം ഇവി മാർക്കറ്റിൽ ഉറപ്പിക്കാൻ പുത്തൻ മോഡലുകളും വമ്പൻ പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. ജാപ്പനീസ് വാഹന ഭീമനായ ടൊയോട്ടയും ഇക്കാര്യത്തിൽ ഒട്ടും പിറകോട്ടല്ല. അടുത്തിടെയാണ് ടൊയോട്ട ഇന്ത്യക്കായി പുതിയ അർബൻ ക്രൂസർ ഇവി അവതരിപ്പിച്ചത്. സുസുക്കി വിറ്റാരയെ അടിസ്ഥാനമാക്കിയാണ് ടൊയോട്ട ഇവി ഒരുക്കുന്നത്. ഈ പുതിയ ഇവി അതിന്റെ പവർ ട്രെയിൻ, ഇന്റീരിയർ സവിശേഷതകൾ എന്നിവയെല്ലാം മാരുതി മോഡലുകളുമായി പങ്കിടുന്നുണ്ട്. ഈ മാസം നടക്കുന്ന ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ ടൊയോട്ട ഈ അർബൻ ക്രൂസർ ഇവി പ്രദർശിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ അറിയാവുന്ന വാഹനത്തിന്റെ പ്രധാന ഹൈലൈറ്റുകൾ ഇവയ്ക്കാണ്. ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന 6 ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടെ 2026ഓടെ 15 സീറോ എമിഷൻ വാഹനങ്ങൾ തങ്ങളുടെ മോഡൽ നിരയിൽ കൊണ്ടുവരാനാണ് ടൊയോട്ട പദ്ധതിയിടുന്നത്. ബാറ്ററി ഇലക്ട്രിക് ലൈനപ്പിന്റെ വിപുലീകരണത്തോടൊപ്പം പ്ലഗ് ഇൻ ഹൈബ്രിഡ്, ഫുൾ ഹൈബ്രിഡ്, ഫ്യൂവൽ സെൽ ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയുമായി സംയോജിപ്പിച്ച് എമിഷൻ തോത് ക്രമേണ കുറയ്ക്കാമെന്ന പ്രതീക്ഷയിലാണ് ടൊയോട്ട. ഇത് കമ്പനിയുടെ 100% CO2 കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഒരു ചുവടുവയ്പ്പാണ്. 2035-2040ഓടെ പൂർണ്ണ കാർബൺ ന്യൂട്രാലിറ്റി എന്ന ടൊയോട്ട യൂറോപ്പിന്റെ ലക്ഷ്യത്തിലേക്കും ഇത് കാര്യമായി സംഭാവന ചെയ്യുന്നുണ്ട്. ടൊയോട്ടയുടെ ഫുൾ ഹൈബ്രിഡ് കോമ്പാക്ട് SUV ആയ യാരിസ് ക്രോസിനേക്കാൾ അല്പം വലുതാണ് അർബൻ ക്രൂസറിന്റെ അളവുകൾ എന്നത് ശ്രദ്ധേയമാണ്. നീളം, വീതി, ഉയരം എന്നിവയുടെ കാര്യത്തിൽ അർബൻ ക്രൂസർ ഇവിക്ക് യഥാക്രമം 4285 mm, 1800 mm, 1640 mm എന്നിങ്ങനെയാണ് അളവുകൾ വരുന്നത്. കൂടാതെ സ്ലൈഡിംഗ് റിയർ സീറ്റ് സിസ്റ്റം കാരണം വലിയ D സെഗ്മെന്റ് SUVകൾക്ക് തുല്യമായ സ്പേസ് സൃഷ്ടിക്കുന്നതിന് മുന്നിലും പിന്നിലും യാത്രക്കാർ തമ്മിലുള്ള അകലം ക്രമീകരിക്കാൻ കഴിയുമെന്നത് ഒരു മികച്ച സവിശേഷതയാണ്. സീറ്റുകൾ 40:20:40 കോൺഫിഗറേഷനിൽ സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒപ്പം വിശാലമായി ചാരിയിരിക്കാനും ഇതിൽ കഴിയും. അർബൻ ക്രൂസർ ഇവിക്ക് 2 ബാറ്ററി പാക്ക് ഓപ്ഷനുകളും ഫ്രണ്ട് അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റവും നിർമ്മാതാക്കൾ നൽകുന്നുണ്ട്. രണ്ടും ലിഥിയം അയൺ ഫോസ്ഫേറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നവയാണ്. കുഞ്ഞൻ 49 kWh ബാറ്ററി പാക്ക് FWD പതിപ്പിൽ ലഭ്യമാകും. ഇത് 144 bhp പവർ ഔട്ട്പുട്ട് നൽകുന്നുണ്ട്. കൂടാതെ FWD മോഡലിന് വലിയ 61 kWh ബാറ്ററിയും ലഭ്യമാണ്. ഈ സജ്ജീകരണം 174 bhp പവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അർബൻ ക്രൂസറിന് ഓൾ വീൽ ഡ്രൈവ് സംവിധാനവും ലഭിക്കും. ഈ പതിപ്പിൽ 61 kWh ബാറ്ററി 184 bhp പവർ ഔട്ട്പുട്ട് നൽകുന്നുണ്ട്. റിയർ ആക്സിലിൽ 48 kW മോട്ടോർ ചേർന്നെത്തുന്നത് വഴുവഴുപ്പുള്ള പ്രതലങ്ങളിൽ കൂടുതൽ ഗ്രിപ്പ് വാഗ്ദാനം ചെയ്യും. ഒരു ട്രെയിൽ മോഡ് എന്നിവയും ഈ സിസ്റ്റം നൽകുന്നുണ്ട്. കൂടാതെ മഞ്ഞു മൂടിയ റോഡുകളിൽ വാഹനം ഓടിക്കുമ്പോൾ വീൽ സ്ലിപ്പ് കുറയാൻ സഹായിക്കുന്ന ഡ്രൈവ് ടോർക്ക് നിയന്ത്രണ സ്നോ മോഡ് ഫ്രണ്ട് വീൽ ഡ്രൈവ് മോഡലിന് വളരെ പ്രയോജനകരമായ ഒന്നാണ്.